വിജയന്റെ ഭാഷയും ശൈലിയും പ്രയോഗരീതികളും ജനങ്ങളെ വെറുപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും പിണറായി വിജയനെതിരെ സ്വന്തം പാർട്ടി നേതാക്കൾ വിമർശനങ്ങൾ ഉയർത്തുന്നത് അവസാനിപ്പിച്ചിട്ടില്ല. ഇത്തരത്തിലൊരു കടുത്ത തോൽവിക്ക് മുഖ്യ കാരണക്കാരൻ പിണറായിയാണെന്നാണ് അടിയുറച്ച് വിശ്വസിക്കുന്നത്. CPM സംസ്ഥാന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ ആവർത്തനം കൊല്ലത്തും. തിരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ KN ബാലഗോപാൽ, പുത്തലത്ത് ദിനേശൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം പാർട്ടി നേതൃത്വത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി. 16, 17 തീയതികളിൽ ജില്ലാ കമ്മിറ്റിയും യോഗം ചേർന്നു. സംസ്ഥാന കമ്മിറ്റിയുടെ റിവ്യൂ റിപ്പോർട്ട് ചർച്ച ചെയ്യും. ജനവിധി മാനിച്ച് പിണറായി പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കരുതായിരുന്നെന്ന രൂക്ഷ വിമർശനത്തിനു പുറമെ ജനങ്ങളിൽ നിന്നും പാർട്ടി അകന്നുപോയത് എന്തുകൊണ്ടാണെന്ന ചോദ്യവും ഉയർന്നു. പിണറായി ഭരണത്തിൽ നിന്നും ജനങ്ങൾ മാറ്റം ആഗ്രഹിച്ചുവെന്നതാണ് പരാജയത്തിന് പ്രധാന കാരണമെന്ന് അംഗങ്ങൾ തുറന്നടിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഷയും ശൈലിയും പ്രയോഗ രീതികളും ജനങ്ങളെ വെറുപ്പിച്ചു. പിണറായിക്കും MV ഗോവിന്ദനും എതിരായി ശക്തമായ വികാരം പ്രതിഫലിച്ചു. കണ്ണൂരിലും പയ്യന്നൂരിലും തളിപ്പറമ്പിലും പാർട്ടിക്കേറ്റ പരാജയം അപമാനകരമാണ്. സമരങ്ങളിൽ നിന്നും മാറി നിന്ന് വികസനം മാത്രം മതിയെന്ന് തീരുമാനിച്ചതിന്റെ ഫലമാണ് പരാജയം. 6 ജില്ലകളിൽ പാർട്ടിക്ക് ഒരു സീറ്റ് പോലുമില്ല. നേതൃത്വം ഇതിന് മറുപടി പറയണമെന്നും ആവശ്യമുയർന്നു. പരാജയത്തെക്കുറിച്ച് സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ ചോദ്യാവലിയിലെ നിഗമനങ്ങളോട് സെക്രട്ടേറിയറ്റിലെ പലരും വിയോജിച്ചു. ഭരണവിരുദ്ധ തരംഗം ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് തോറ്റുവെന്നതിന് നേതൃത്വം മറുപടി പറയണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ശൈലിക്കെതിരെ രൂക്ഷ വിമർശനമുണ്ടായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മുന്നണിക്കും പാർട്ടിക്കും തിരിച്ചടി ഉണ്ടായിട്ടും അത് മുന്നിൽ കണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിരോധിക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടുവെന്നും അംഗങ്ങൾ വിമർശിക്കുകയും ചെയ്തു. പാലക്കാട്, തൃശൂർ, കണ്ണൂർ, തിരുവനന്തപുരം ജില്ലകളിൽ പാർട്ടി ഒരുവിധം പിടിച്ചു നിന്നപ്പോൾ പാർട്ടിയുടെ കോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൊല്ലത്ത് വൻ തകർച്ചയുണ്ടായത് ജില്ലാ നേതൃത്വത്തിന്റെ പിടിപ്പുകേടും സംഘടനാ വീഴ്ചയുമാണെന്ന് അംഗങ്ങൾ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. 2011 11 സീറ്റിലും ജയിച്ച മുന്നണിയാണ് ഇക്കുറി 2 സീറ്റിലേക്ക് ചുരുങ്ങിയത്. കൊട്ടാരക്കരയിൽ P. ഐഷ പോറ്റി പാർട്ടി വിട്ടുപോയിട്ടും KN ബാലഗോപാൽ ജയിച്ചത് നേരിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. എങ്കിലും ഐഷ പോറ്റിയെ തോൽപ്പിക്കാനായത് രാഷ്ട്രീയ നേട്ടമാണ്. പല മണ്ഡലങ്ങളും പാർട്ടി നേതൃത്വം വേണ്ട വിധം ശ്രദ്ധിച്ചില്ല. ചില നേതാക്കളുടെ ഭാഗത്തു നിന്നും ജാഗ്രതാക്കുറവുണ്ടായി. ജില്ലാ സെന്ററിന്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയുണ്ടായി. ക്ഷേമപ്രവർത്തനങ്ങൾ സർക്കാരിന് ഏറെ നടപ്പാക്കാനായിട്ടും തോറ്റതിന് പിന്നിൽ സംഘടനാ വീഴ്ചയുണ്ട്. ജൻസി തലമുറയെ മനസ്സിലാക്കാൻ പാർട്ടി പരാജയപ്പെട്ടുവെന്നും അംഗങ്ങൾ വിമർശിച്ചു. സംസ്ഥാനത്ത് BJPയുടെ വളർച്ച വിലയിരുത്താൻ നേതൃത്വം പരാജയപ്പെട്ടു. ചാത്തന്നൂരിൽ CPI സ്ഥാനാർത്ഥിക്കെതിരായ വികാരവും CPMന്റെ സംഘടനാ പ്രശ്നങ്ങളും പരാജയത്തിന് കാരണമായെന്ന് വിമർശനം ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.